നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 31ാമത്തെ കഥ ബ്രാഹ്മണനും കാമുകികളും. വേതാളം വീണ്ടും കഥ പറഞ്ഞു. പണ്ട് ഒരു നഗരത്തിൽ ദിഗംബരൻ എന്നൊരു ബ്രാഹ്മണൻ പാർത്തിരുന്നു. അയാൾ ഒരിക്കൽ ഒരു യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം നടന്നപ്പോൾ വഴിക്ക് വെച്ച് ഏകാകിനിയായി യാത്ര ചെയ്യുന്ന ഒരു യുവസുന്ദരിയെ കണ്ടുമുട്ടി. അവളെ പലവിധ പ്രതീക്ഷകൾ നൽകി വ്യാമോഹിപ്പിച്ച് തന്നോടൊന്നിച്ച് കൂട്ടിക്കൊണ്ടുപോയി അന്നത്തെ രാത്രി ആനന്ദപരമായി കഴിച്ചുകൂട്ടി. അനന്തരം അവർ യാത്ര തുടർന്നു. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ അവർക്കിരുവർക്കും വിശപ്പും ദാഹവും കലശലായി. സമീപത്ത് കണ്ട ഒരു കാളീക്ഷേത്രത്തിൽ യുവതിയെ ഇരുത്തിയ ശേഷം ബ്രാഹ്മണൻ ആഹാര സാധനങ്ങൾ തേടി പുറപ്പെട്ടു. വഴിമധ്യേ ആ ബ്രാഹ്മണനെ ഒരു ദാസിയുടെ പരിചാരിക കണ്ടെത്തി. അവൾ അയാളെ വശീകരിച്ചു കൊണ്ടുപോയി തൻ്റെ യജമാനത്തിക്ക് കാഴ്ചവെച്ചു. ബ്രാഹ്മണൻ ദാസിയുമായി കാമലീലകളിൽ ഏർപ്പെട്ട് വിഹരിച്ചു. കാളീക്ഷേത്രത്തിൽ ഇരുത്തിയിട്ട് പോന്ന പൂർവ്വ കാമുകിയെ അയാൾ വിസ്മരിക്കുകയും ചെയ്തു. ഈ സമയം അത്രയും കാളീക്ഷേത്രത്തിൽ കാമുകനെ കാത്തിരുന്ന യുവതിക്ക് ആകെ സംഭ്രമമായി. നേരം അസ്തമിച്ചു, രാത്രിയായി. എന്നിട്ടും കാമുകൻ വന്നു ചേർന്നില്ല. കൊടും ഭീതിയോടുകൂടി അവൾ ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഏകാകിനിയായി കിടന്ന് അന്നത്തെ രാത്രി ഒരു വിധത്തിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ ഇനിയും കാമുകനെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന ചിന്തയോടുകൂടി എഴുന്നേറ്റ് എങ്ങോട്ടെന്നില്ലാതെ അല്പദൂരം നടന്നു. തത്സമയം അതുവഴി വന്ന ഒരു വ്യാപാരി അവളുടെ അവശത കണ്ട് സമീപം വന്ന് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അയാൾ അവളെ സ്വവസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും സുഖമായി പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വ്യാപാരി അവളുമായി സല്ലപിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ചുണ്ടലി അതിലെ ഓടി വന്നു. അത് തൻ്റെ കാമുകിയുടെ ശരീരത്തിലേക്ക് ചാടിക്കയറുവാൻ തുനിയുന്നതായി കണ്ട വ്യാപാരി അതിനെ അടിച്ചു കൊന്നു. അനന്തരം അയാൾ എലിയെ അടിച്ചു കൊന്നത് ഒരു വലിയ ധീരകൃത്യമായി അവളോട് പ്രസംഗിച്ചു. അയാളുടെ അതിരുകടന്ന വീരവാദവും ഭോഷ്കും കേട്ട് സഹികെട്ട യുവതി അയാളുമായി പൊറുതി മതിയാക്കി തൽക്ഷണം അവിടെ നിന്ന് നടന്ന് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. പശ്ചാത്താപ നിമഗ്നനായി തീർന്ന വ്യാപാരിയും ആത്മഹത്യ ചെയ്തു. ഇതിനിടയിൽ ദാസീഗൃഹത്തിൽ വിഹരിച്ച് ജീവിച്ചിരുന്ന ബ്രാഹ്മണന് താൻ കാളീക്ഷേത്രത്തിൽ ഏകാകിനിയായി വിട്ടിട്ടു പോന്ന പ്രഥമ കാമുകിയെപ്പറ്റി ഓർമ്മ വന്നു. അയാൾ തൽക്ഷണം കാളീക്ഷേത്രത്തിലേക്ക് പാഞ്ഞു. പക്ഷേ അവിടെ എങ്ങും അവളെ കാണാനില്ലായിരുന്നെന്ന് പറയേണ്ടതില്ലല്ലോ. ഒടുവിൽ പരിഭ്രാന്തിയോടും നിരാശയോടും കൂടി പലയിടത്തും അലഞ്ഞു നടന്ന ശേഷം മുൻപറഞ്ഞ ദാരുണ സംഭവങ്ങൾ നടന്ന സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ ആ ബ്രാഹ്മണനും അതേ ആറ്റിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം കേട്ടറിഞ്ഞ ദാസിയും തൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു. കഥ ഇത്രയും പറഞ്ഞു തീർത്ത ശേഷം വേതാളം ചോദിച്ചു, പ്രഭോ, ഇവരിൽ ആരുടെ മരണമാണ് ആവശ്യമായിട്ടുള്ളത്? വിക്രമാദിത്യൻ പ്രതിവചിച്ചു, ദാസി മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റു 3 പേരും കാമിനി കാമുകന്മാരായി അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് അവരുടെ മരണം ആവശ്യവുമായിരുന്നു. മറുപടി കേട്ട ഉടൻ വേതാളം കെട്ടഴിച്ച് അവിടെ നിന്ന് പാഞ്ഞു. വിക്രമാദിത്യൻ അവനെ പിന്തുടർന്ന് ചെന്ന് വീണ്ടും ബന്ധനസ്ഥനാക്കി കൊണ്ടുവരികയും ചെയ്തു. നന്ദി.